ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉള്ളത് ആർക്കാ നിങ്ങൾക്ക് അറിയോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവുക മിഡിൽ ക്ലാസ് ഫാമിലിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവന്റെ ആഗ്രഹങ്ങളും അവന്റെ കുടുംബത്തിന്റെയും അല്ലെങ്കിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ കാരണം പച്ചപിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതിന്റെ റിസൾട്ട് ഉണ്ടാകുമ്പോ എങ്ങനെയെന്ന് വെച്ചാല് അതുവരേക്കും കൂടെ ഉണ്ടായിരുന്നവര് തന്നെ അവൻ ശത്രുക്കളായി മാറും. കാരണം ഇന്നലെ വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവന് അവന്റെ ലൈഫിൽ അവന് നല്ലത് വന്നു എന്നല്ല ചിന്തിക്കുക. അവനിപ്പോ വലിയ ആളായി, നമ്മൾക്ക് അത് ഇല്ലാത്തതിന്റെ കുശുമ്പ്, അസൂയ, ദേഷ്യം, വാശി, അങ്ങനെ ശത്രുക്കളായി മാറുന്ന സാഹചര്യം. ഒരുപാട് ക്യാഷ് ഉള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവെ ഒരു ലേബൽ ഉണ്ട്, പണ്ട് മുതൽ അവർ അങ്ങനെയാന്നുള്ളത്. ഈ സെയിം ലേബൽ തന്നെയാണ് ഏറ്റവും ലോ ക്ലാസ് ഫാമിലിക്കുള്ളത്. അവർക്കും ആ ഒരു സമൂഹം അവരോട് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മിഡിൽ ക്ലാസ് ഫാമിലി അങ്ങനെ അല്ല. ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അവരെ തകർക്കാൻ വേണ്ടി നീ എന്തൊക്കെ നോക്കിയാലും നടക്കൂല, അവർ തളരൂല. കാരണം എന്താ നിങ്ങൾക്കറിയോ? അങ്ങേയറ്റം കഷ്ടപ്പാടിന്നാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടങ്ങനെ പോയാലും ശരി, അവർക്ക് ജീവിക്കാൻ അറിയുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ബോധം നിങ്ങളെ മനസ്സിലുണ്ടാവാൻ ചെയ്യണം. അവർ ഒരിക്കലും തളരാൻ അവര് മുതിരൂല. കാരണം അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാന്നറിയോ? അവരെ പാരന്റ്സ്, അവരെ രക്തബന്ധങ്ങള്, അവർക്ക് വേണ്ടപ്പെട്ടവര് കഷ്ടപ്പെട്ട പോലെ ഇനി അവരെ കഷ്ടപ്പെടുത്താതിരിക്കാനും അവരെ ഭാവിയിൽ വരുന്നവരെ കഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ട് അവരങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരെ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്. ആ ഒരു ആഗ്രഹങ്ങൾ നിങ്ങളെ മനസ്സിലിരിക്കുള്ളൂ. അതൊന്നും അവർക്ക് ഏൽക്കില്ലടോ.